ഹലോ. അത് രാവിലെ തന്നെ കളിക്കാൻ പോകാൻ വേണ്ടി കരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടി വി ഒക്കെ ഇട്ടെടുത്തിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റാക്കി അവിടെ ഇരുത്തി. കുറേ നേരമായിട്ടും തിന്നൽ ചെയ്യാത്തതുകൊണ്ട് ലാസ്റ്റ് ഞാൻ തന്നെ വാരി കൊടുക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ബ്ലോക്സ് കൊണ്ടൊക്കെ കളിച്ചിരുന്നു. പിന്നെ അതുകൊണ്ട് ഒരു പ്രധാന ഹോബിയാണ് ഇപ്പം ഈ കാണുന്നത്. സൈനുവിനെ കളിപ്പിക്കാനാണെന്നുള്ള വ്യാജേന ബെഡിൽ കയറി ചാടുക. സൈനുവിനാണെങ്കിൽ പിന്നെ പറയും വേണ്ട, അവനക്കത് ഇഷ്ടമാണ് താനും. ഇതുപോലെ തന്നെ വേറൊരു പരിപാടിയും കൂടി ഉണ്ട് വരെ കയ്യിൽ. സൈനുവിനെ ഇമിറ്റേറ്റ് ചെയ്യുക. ഇതാ കണ്ടില്ലേ ഗൈസ്, ഇത് നോക്കി അതേപോലെ തന്നെ അതും ചെയ്യും. ഇനിയിപ്പോൾ കരയാണെങ്കിൽ അതും ഇമിറ്റേറ്റ് ചെയ്യാൻ ആളും എടുക്കാനാണ് കേട്ടോ. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അത് വൈകുന്നേരം കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഓൻ്റെ ഫ്രണ്ട്സിൻ്റെ സൗണ്ട് അവിടെ നിന്ന് കേട്ടിട്ടുള്ള ഓട്ടാണ് കേട്ടോ ആ കണ്ടേ. അപ്പത്തിന് നമ്മുടെ സൈന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. പിന്നെ ഞാനും സൈനും കൂടി കുറച്ചു നേരം പുറത്തൊക്കെ വന്നിരുന്നു. എനിക്കുള്ളിലിരിക്കണ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പുറത്തിരുന്ന് കാഴ്ചകൾ കാണാനാണ് ഇഷ്ടം. കോഴിക്കുട്ടികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനെ കണ്ട് കുറച്ചു നേരം ഇരുന്ന് അപ്പത്തിന് ആളെങ്ങനെയോ സ്കൂട്ടി കണ്ടുപിടിച്ചിരുന്നു. സ്കൂട്ടി കണ്ടിട്ട് അതിൽ കയറാൻ വേണ്ടി കരഞ്ഞ് വാശി പിടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചു നേരം അതിൽ കൊടുന്നിരുത്തി. വണ്ടിയിൽ കയറുന്നതും യാത്ര പോകണമൊക്കെ സൈനുവിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പത്തിരി ചുടാൻ പോയി. പത്തിരി ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അത് സൈക്കിളും തള്ളി വരുന്നത്. എപ്പോഴാണ് ഈ സൈക്കിൾ എടുത്ത് പോയെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. പക്ഷെ ടയറിൻ്റെ കാറ്റ് കളഞ്ഞിട്ടുള്ള വരവാണത്. ഓനോട് ചോദിച്ചപ്പോൾ അവന് സൗണ്ട് വെക്കാൻ വേണ്ടി കാറ്റ് ഊരി വിട്ടതാണെന്നാണ് ഓൻ പറഞ്ഞത്. അങ്ങനെ പമ്പൊക്കെ എടുത്തിടുന്ന ഒറ്റയ്ക്ക് തന്നെ കാറ്റ് നിറയ്ക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ അത്. അങ്ങനെ അതുവിൻ്റെ കാറ്റടിക്കൽ പരിപാടിയൊക്കെ കുറച്ച് നേരത്തിന് ശേഷം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൻ പമ്പൊക്കെ എടുത്ത് വെച്ച് കളിക്കാനായിട്ട് പോയിട്ടോ. ഇക്ക കടയിൽ പോകാൻ ഇറങ്ങിയത് കണ്ടിട്ട് സൈനുവിന് പിന്നെ എൻ്റെ മടിയിൽ എരിപ്പ് ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വണ്ടിയിൽ കയറിയ സൈനുവിൻ്റെ പൊലിവ് കണ്ടില്ല ഗൈസ്. സൈനുവിൻ്റെ പൊലിവ് കണ്ട് ഇക്കക്ക് ത്രില്ലായി. പിന്നെ ഓര് രണ്ടുപേരും കൂടി ഒരു റൈഡ് പോയായിരുന്നു കേട്ടോ. സൈനുവിൻ്റെ സ്വഭാവം വെച്ച് മിക്കവാറും ഇതവനൊരു ശീലമാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓനിക്കാണെങ്കിൽ ഇങ്ങനെ വണ്ടി പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ഓല് പോയി തിരിച്ചെത്തി. പിന്നെ ഞാനങ്ങനെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പോയി. നിങ്ങൾ പഴംപൊരിയും ബീഫും കഴിച്ചിട്ടുണ്ടോ ഗൈസ്? ഇന്ന് ഞങ്ങൾക്ക് പഴംപൊരിയും ബീഫാണ് കേട്ടോ. അടിപൊളിയാണ് അത് രണ്ടിൻ്റെ കോമ്പിനേഷൻ. പിന്നെ ബാറ്റർ ഒന്ന് കുറച്ച് ലൂസായി പോയതുകൊണ്ട് പഴംപൊരിക്ക് കുറച്ച് കൈയും കാലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ.